എന്താ ഇത്ര വൈകിയത്? വൈകിയോ? ഇല്ലല്ലോ. എപ്പ വന്നാലെന്താ? അല്ലെങ്കിലും ഇവിടെ നടക്കുന്നൊന്നും നിങ്ങൾക്ക് അറിയണ്ടല്ലോ. നിനക്ക് എന്തു പറ്റി സുധേ? ആ, കേബിള് കട്ടായതുകൊണ്ട് സീരിയൽ കാണാൻ പറ്റില്ല അല്ലേ? നോക്കട്ടെ, നാളെ പറ്റുവാണെങ്കിൽ കാശടക്കാം. അതിന് നീ ഇങ്ങനെ മുഖം വീർപ്പിക്കണ്ട. പിന്നെ TV കാണാതെ ഇവിടെ എനിക്ക് ഇരിക്കപ്പെടുത്തില്ലായിരിക്കുമല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. പിന്നെന്താ നിന്റെ പ്രശ്നം? ഇന്ന് കുമാറിന്റെ വീട്ടുകാർ വന്നിരുന്നെന്ന്. ഓ, എന്നിട്ട്? നമ്മളെ കൊണ്ട് ഒരിക്കലും കൂട്ടിയാ കൂടാത്ത കാര്യം ഇന്ന് അവരെന്നോട് ചോദിച്ചത്. ഒന്നും വേണ്ട, പെണ്ണിനെ മാത്രം മതി എന്ന് പറഞ്ഞിട്ടിപ്പോ സ്ത്രീധനം ചോദിക്കാന്ന് പറഞ്ഞാ അത് അന്തസ്സിന് ചേർന്ന പ്രവൃത്തിയല്ലല്ലോ. അയ്യോ, അതിനവര് സ്ത്രീധനം ചോദിച്ചെന്ന് ആരാ പറഞ്ഞേ? നിങ്ങൾ നാക്കെടുത്ത് വളയ്ക്കല്ലേ. പിന്നെ പൊന്നും പണം ഒന്നും അവർക്ക് വേണ്ട. അവർക്ക് വേണ്ടതേ മാളുവിന്റെ ജാതകവാ. കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് ജാതകം കൊടുക്കണമെന്ന്. മാളുവിന്റെ ജാതകം നമ്മൾ എവിടുന്ന് എടുത്തു കൊടുക്കാനാ രവിയേട്ടാ? നീ ഒന്ന് പതുക്കെ പറ. നല്ലൊരു ബന്ധമായിരുന്നു, ഇത് നടക്കാതെ പോവോ എന്റെ ദൈവമേ? അവരോട് നമ്മൾ മാളുവിന്റെ ജാതകം എഴുതിച്ചിട്ടില്ല എന്ന് പറ. അപ്പോഴും വേറൊരു കുഴപ്പമുണ്ടല്ലോ. ജാതകം ഇല്ലെങ്കിൽ മാളുവിന്റെ നക്ഷത്രവും ജനനസമയവും വെച്ച് ഗണിച്ചു നോക്കാമെന്ന് അവര് പറയില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അല്ല, മാളു ജനിച്ചത് എപ്പോഴാണെന്നോ അവളുടെ നക്ഷത്രം എന്താണെന്നോ വല്ലതും നമുക്കറിയാവോ? വല്ലാത്തൊരു പെടലായി പോയി പെട്ടത്. ഇത്രയും കാലം നമ്മുടെ കൊച്ചുങ്ങളുടെ കൂടെ ഒന്നും അറിയാതെ മാളു വളർന്നത്. ഈ കല്യാണത്തോട് അവളെ കൊണ്ട് കുടുംബത്തിനൊരു പ്രയോജനം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയതാ. ജാതകത്തിന്റെ പേരിൽ ആ തട്ടിത്തൂവിപ്പോയ ദൈവമേ, ഇത് വലിയ ചതിയായി പോയി. സുധേ, മാളു നമ്മുടെ മോളാ, എന്റെ മോള്. നമ്മൾ പറയുന്നതാ അവളുടെ നക്ഷത്രം.